ഇനിയിപ്പോൾ ഈ വിവാദങ്ങളെ പരമാവധി അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്ന യോഗം കൂടിയാണെന്ന് സെയ്ഫ് പറഞ്ഞു. അപ്പോഴും പക്ഷേ പ്രധാനപ്പെട്ട ഒരു വിവാദത്തിൽ നിന്ന് അത്ര എളുപ്പത്തിൽ തലയൂരാൻ കഴിയാത്ത ഒരവസ്ഥയിൽ CPM-ഉം LDF നിലനിൽക്കുന്നു. അത് AK ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം എന്നതിനപ്പുറത്തേക്ക് മാറാട് ആവർത്തിക്കുമെന്ന അങ്ങേറ്റം വർഗീയ വിദ്വേഷ ചുവയുള്ള ഒരു പരാമർശം, അപകടം ചെയ്യുന്ന ദോഷം ചെയ്യാൻ സാധ്യതയുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തുന്നു. LDF കൺവീനർ അതിനെ തള്ളുന്നു, CPM സംസ്ഥാന സെക്രട്ടറി തന്നെ അതിനെ തള്ളുന്നു. മുഖ്യമന്ത്രി പക്ഷേ ഇന്നലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തുകയും ചെയ്തു. അപ്പോൾ ആ കാര്യത്തിൽ രണ്ട് തട്ടിലാണോ CPM നിലവിലുള്ളത്? വലിയൊരു ഭിന്നത അതിനകത്തുണ്ടോ? എങ്ങനെയായിരിക്കും ആ വിഷയം ക്ലോസ് ചെയ്യാൻ CPM ശ്രമിക്കുക? അതിന്റെ എന്തെങ്കിലും അനക്കങ്ങൾ, ചലനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമോ സെയ്ഫ്? ഇന്നത്തെ യോഗത്തിന്റെ പരിഗണനയിലേക്ക് ആ വിഷയം വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ സൈഫുദ്ദീൻ പറഞ്ഞൊരു കാര്യം സംശയങ്ങൾക്കിട നൽകാതെ തന്നെ അംഗീകരിക്കേണ്ടി വരും. CPM രണ്ട് തട്ടിലാണ് ഈ വിഷയത്തിൽ ഉള്ളത്. അത് AK ബാലൻ ഈ വിഷയം പറയുന്നു. ആദ്യം പറയുന്നു ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഭരിക്കാൻ പോകുന്നത്, ആഭ്യന്തര വകുപ്പ് എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. മാറാട് കലാപത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ രാവിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്, ബാലന്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് പൂർണ്ണമായും ചോദ്യം പോലും അവസാനിപ്പിക്കാതെ അദ്ദേഹം പറയുന്നത് പാർട്ടി പറയേണ്ടത് പാർട്ടി പറയും എന്ന് പറയുക വഴി ബാലൻ പറഞ്ഞത് പാർട്ടി നിലപാടല്ല എന്ന് കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്തത്. പിന്നീട് നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചകൾക്കൊടുവിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, വിശദമായി മറുപടി പ്രസംഗം നടത്തുന്നുണ്ട്. മറുപടി പ്രസംഗം നടത്തിയപ്പോൾ AK ബാലനെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് ചെയ്തത്. നിരുത്തരവാദപരമായ സമീപനമാണ് ബാലന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ നിലവിലെ സാഹചര്യത്തിൽ ആ വിഷയം എടുത്ത് ഇടേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ മിണ്ടാതെ പോരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിലെ അതൃപ്തി അദ്ദേഹം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രകടമാക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞാണ് വൈകിട്ട് 6 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ നിലപാട് വിശദീകരിക്കുന്നത്. AK ബാലൻ ഉദ്ദേശിച്ചത് പഴയ കാലത്തെക്കുറിച്ചാണ്. അന്ന് മാറാട് കലാപം അടക്കമുള്ള കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ന് പക്ഷെ അങ്ങനെയൊന്നും നടക്കുന്നില്ല. അത് ഇടതുമുന്നണി ഭരിക്കുന്നത് കൊണ്ടാണ് ബാലൻ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ കരുതുന്നത് എന്ന വാചകമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് ഞാൻ കരുതുന്നത് എന്ന വാചകമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. മറ്റുള്ള അഭിപ്രായങ്ങൾ അതിനകത്തുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാചകം അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ന്യൂനപക്ഷ വിരുദ്ധർ ആരാണ് എന്നുള്ള ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇടുകയാണ് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. ന്യൂനപക്ഷ വിരുദ്ധർ ആരാണ് എന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയ ആൾക്കാരാണ്. ആദ്യം AK ആന്റണി സിവിലാ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചെത്തി തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ സംഘടിതരാണ്. അവർ സംഘടിതമായി തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുകയാണ്. അനർഹമായ പല കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നു എന്ന AK ആന്റണിയുടെ ബൈറ്റ്, ആ ബൈറ്റ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. ആ ബൈറ്റ് അദ്ദേഹം വാചകങ്ങൾ എഴുതിക്കൊണ്ടുവന്ന് അത് പൂർണ്ണതോതിൽ വായിക്കുന്നുണ്ട്. പിന്നീടുള്ളത് VD സതീശനുമായി ബന്ധപ്പെട്ടാണ്. അത് 5ാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് 5ാം മന്ത്രിസ്ഥാനം കൊടുത്താൽ സമൂഹം രണ്ടായി വിഭജിക്കപ്പെടും, ധ്രുവീകരണം ഉണ്ടാകും എന്നൊക്കെ അദ്ദേഹം പറയുന്ന വാചകങ്ങൾ. അതുകൊണ്ട് ആ സമീപനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് VD സതീശൻ പറയുന്ന വാചകം, ആ വാചകം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് 2 സീറ്റ് അനുവദിച്ച സമയത്ത്, മുസ്ലിം ലീഗ് 2 സീറ്റ് അനുവദിച്ച സമയത്ത് അവർക്ക് കൂടുതൽ സീറ്റ് കൊടുത്താൽ വരും കാലങ്ങളിൽ വീണ്ടും കൂടുതൽ സീറ്റുകൾ അവർ ആവശ്യപ്പെടുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങൾ, ഈ 3 പ്രസ്താവനകൾ എടുത്തു വെച്ചുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധർ ഞങ്ങളല്ല നിങ്ങളാണ് എന്ന് UDF-ന് മുന്നിലേക്ക് പറഞ്ഞു വെക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അറിയേണ്ടത്, ഇന്നിപ്പോൾ മാധ്യമങ്ങളെ എവിടെങ്കിലും വെച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മറ്റും കാണുന്നുണ്ടെങ്കിൽ ഇന്നലെ സ്വീകരിച്ച അതേ സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇന്നലെ എന്തായാലും ഒരു ക്ലീൻ ചിറ്റ് എന്ന രീതിയിൽ തന്നെ ബാലന് മുഖ്യമന്ത്രി അത് നൽകിയിരുന്നു. ഇന്നിപ്പോൾ ആ സമീപനം ഉണ്ടാകുമോ എന്നറിയണം. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിലപാട് പറഞ്ഞിരിക്കുന്നത്. ആ നിലപാടിനപ്പുറത്തേക്ക് പാർട്ടി കടന്നു പോകുമോ, ഇന്നലത്തെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ ഇനി അറിയേണ്ടതാണ്. എന്തായാലും ഒരു കാര്യം സംശയങ്ങൾക്കിട നൽകാതെ പറയാം, 2 തട്ടിലാണ് പാർട്ടി ഈ വിഷയത്തിൽ ഉള്ളത്. സൈഫുദ്ദീൻ.